നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിത്രവിന്ദ. ഞാനിന്ന് എന്നെ പറ്റി പറയാട്ടോ. എനിക്ക് 11 വയസ്സായി. ഞാൻ ഇനി 6ാം ക്ലാസ്സിലോട്ടാണ്. എനിക്കങ്ങനെ മിത്രവിന്ദ എന്ന് പേരുണ്ടായതെന്ന് പറയട്ടെ. ഭഗവാന്റെ 8 പത്നിമാരിൽ 5ാമത്തെ ഭാര്യയാണ് മിത്രവിന്ദ. ഭഗവാന്റെ 8 പത്നിമാരുടെ പേര് നിങ്ങൾക്കറിയാമോ? രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, ഭദ്ര, സത്യ, ലക്ഷണ. ഇവരിൽ 5ാമത്തെ ഭാര്യയുടെ പേരാണ് മിത്രവിന്ദ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ പേര് കേട്ടപ്പോൾ വളരെ ഇഷ്ടമായി. അതുകൊണ്ടാണ് എനിക്ക് ഈ പേരിട്ടത്. ഇനി ഞാനൊരു കഥ പറയട്ടെ. ഇന്ന് അമ്മയ്ക്ക് പകരം ഞാനാണ് കഥ പറയുന്നത്. കൊമ്പുള്ള നാളികേരം എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഞാൻ പറയുന്നത്. പണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാകുന്ന മാങ്ങയും ചക്കയും തേങ്ങയും അങ്ങനെ എന്തു തന്നെ ആയാലും അതിലെ ആദ്യത്തെ കൊല ഭഗവാന് സമർപ്പിക്കും എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസമുള്ള ഭക്തജനങ്ങൾ അങ്ങനെ തന്നെയാ ചെയ്യാറ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുവായൂരിൽ തന്നെയുള്ള ഒരു വീട്ടുമുറ്റത്തായിട്ട് ഒരു തെങ്ങിലായി നിറയെ തെങ്ങുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ ഇതിലെ ആദ്യത്തെ കൊല ഭഗവാന് സമർപ്പിക്കാം എന്ന് നേർന്നു. ഇതൊന്നും അറിയാതെ ആ നാട്ടിലെ പ്രമാണിയായിട്ടുള്ള ജന്മി ആ തേങ്ങകൾ മുഴുവനും അദ്ദേഹത്തിന് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗൃഹനാഥനാകട്ടെ വളരെ വിനയപൂർവ്വം പറഞ്ഞു, അയ്യോ, അത് ഞാൻ ഭഗവാന് കൊടുക്കാമെന്ന് നേർന്നു പോയല്ലോ, ഇനി അത് മാറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ചോദിച്ചിട്ടും കിട്ടാത്തതിൻ്റെ പേരിൽ ജന്മി ചോദിച്ചു, ഗുരുവായൂരപ്പന് മാത്രം കൊടുക്കാൻ അതിനെന്താ, തേങ്ങയിലും ഒക്കെ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചു. അവരത് ചോദിച്ചതിന് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ആ തേങ്ങയിൽ എല്ലാം കൊമ്പ് മുളയ്ക്കാൻ തുടങ്ങി. ഇത് ജന്മിയും ഗൃഹനാഥനും കാണുകയും ജന്മിക്ക് വല്ലാതെ പേടിയാവുകയും ഉണ്ടായി. അങ്ങനെ ജന്മിയും ഗൃഹനാഥനും കൂടി ചേർന്നാണ് ഗുരുവായൂർ അമ്പലത്തിൽ ആ തേങ്ങ സമർപ്പിച്ചത്. ഇന്നും ഗുരുവായൂർ മ്യൂസിയത്തിൽ ആ നാളികേരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എവിടെയാണ് സൂക്ഷിച്ചതെന്ന് അറിയാമോ? ഗുരുവായൂർ അമ്പലത്തിലെ മ്യൂസിയത്തിലാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത്. മ്യൂസിയം എവിടെയാണെന്ന് അറിയാമോ? മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ പുറകിലായി ഗണപതി ക്ഷേത്രത്തിലാണ് അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി വരുമ്പോൾ അവിടുത്തെ മ്യൂസിയത്തിൽ പോയിട്ട് കൊമ്പുള്ള നാളികേരം കാണാൻ മറക്കണ്ട. ഭഗവാന് എത്രത്തോളമാണ് ഒരു ഭക്തനെ ഇഷ്ടമുള്ളത് എന്ന് ഈ കൊമ്പുള്ള നാളികേരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നന്ദി.